ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പ്രാർത്ഥന അഖിലണ്ടം മണ്ഡലമണി ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി സ്മരണീശ്വരനായി നിന്നും ജനപ്രകാശമേ ശരണം നിൽക്കും ദുരിതങ്ങൾ കൂട്ടാടും ഉലകത്തിൽ നിന്റെ പരിപൂർണ ചേതസ് വിളയാടി കാണാം ഒരു ജാതി ഒരു ദൈവം. അപ്പൊ ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചോണ്ടല്ലേ? അങ്ങനെ നീ പറയണ്ട, ഞാൻ പറയും. അത് നീ ചൊല്ലിയാ മതി. നിന്റെ ഇഷ്ടത്തിനല്ലോടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ വന്നേക്കണേ. നിന്നോട് ഞാൻ ചോദിച്ചോളാം, നീ എനിക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ തന്നെ. ഞാൻ ഇന്നലെ പഠിപ്പിച്ച മൊത്തം ഞാൻ ചോദിക്കും. ഞാൻ പഠിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ വീട്ടിലാണ് കുറച്ച് പണിയുണ്ടായിരുന്നു. പോത്തിനൊക്കെ കെട്ടാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എനിക്കത് അന്നാ നീ ഇനി തുടങ്ങി ഇവിടെ വരണ്ട. പോത്തിന്റെ പുറകെ കിടന്നാ മതി. ഇവിടെ വരാൻ നിൽക്കണ്ട. ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പഠിച്ചോളാം. നിങ്ങളുടെ തോന്നിയാസം ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 1 3 2 3 6 3 9 4 3 18 നിന്റെ വേഷം കെട്ട് ഇവിടെ ഉണ്ട്. പഠിച്ചോളാം. നീയൊക്കെ പോത്തിനെ കെട്ടാൻ നടന്നാ മതി. ഇവിടെ വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. പോത്തിനെ കെട്ടാൻ നടക്കണ നീ അവിടെ കിട. നീ പഠിച്ചിട്ടിരുന്നാ മതി. ലൈജ് 10ന്റെ അല്ലേ? കണ്ടുപഠിക്ക. നീ എന്തിനാണ് വന്നത്? നീ ആരെ കെട്ടിക്കാനാണ് വന്നത്? പഠിക്കയിലോ ഒന്നുമില്ല. കണ്ടാ ലൈജറെ കണ്ടുപിടിക്ക്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ എന്റെ അമ്മ ബേക്കറി പോകുന്നുണ്ട്. എന്റെ അമ്മയ്ക്കാണ് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ പശുവിനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. നാളെ ഒരു എന്തായാലും പഠിച്ചിരിക്കും ടീച്ചറെ. കണ്ടാ ലൈജിനെ കണ്ടുപിടിക്ക്. ലൈജ് കണ്ടാ? ലൈജൊക്കെ നല്ല നിലയിലെത്തും. നീ എവിടെ എത്തും ഈ പഠിക്കാണ്ട്? അവിടെ ഇരിക്കി. പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെയൊന്നും. ഇനിയിപ്പോ നാളെ സ്വഭാവം കേട്ടടാ കേട്ടടാ. എന്നോടാണ് പറഞ്ഞത്. ലൈജും പഠിക്കാം. ശരിയപ്പാ, ഞാൻ പോകണേ. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ശരിയാ? ഓക്കെ. താങ്ക് യു ടീച്ചർ.